നോക്ക്. പെർഫോമൻസ്, ഓ മൈ ഗുഡ്നസ്. ഫ്രണ്ട് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്തിട്ടാ പോകുന്നത്. How was that? That's the most coolest feature of this car, crab walk. Oh man. ഈ ലാസ്റ്റ് ട്രാക്ക് ടു ലാസ്റ്റ് ട്രാക്കിലൊക്കെ ഞാൻ കയറിയിട്ടുള്ളത്. That's the advantage which you're getting because of this four-wheel steering. ഓട്ടോമാറ്റിക് ക്രേസിനെസിൻ്റെ ഒരു എപ്പിറ്റം കണ്ട ഒരു കാലഘട്ടമാണ് 80s-ൻ്റെയും 90s-ൻ്റെ ഇടയ്ക്ക് വന്നിരുന്നത്. അതിൽ വന്നിരുന്ന ഒരു ബോക്സി ആയിട്ട് ഹൈലി കേപ്പബിൾ ആയിട്ടുള്ള വലിയ സൈസോട് വന്നിരിക്കുന്ന ഒരു ഓഫ് റോഡ് മിലിറ്ററി വെഹിക്കിളായിരുന്നു ഹംവി അഥവാ ഹമ്മർ. ഹമ്മറിൻ്റെ ഒരു സിവിലിയൻ വേർഷൻ ആർണോൾഡ് ഷ്വാർസ്നെഗർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് പോപ്പുലാരിറ്റി കൂടിയപ്പോൾ അവർ H2 കൊണ്ടുവന്നു. എന്നാൽ കാലഘട്ടം അതിനെ നിർത്തി വെക്കേണ്ടി വന്നു. കാരണം അതിൻ്റെ ബോക്സി നേച്ചറും എയറോഡൈനാമിക്സ് ഇല്ലായ്മയും അതുപോലെ തന്നെ ഫ്യൂൽ എഫിഷ്യൻസിയും കോസ്റ്റെല്ലാം കൂടുന്നുണ്ട് ഹമ്മർ എന്ന ബ്രാൻഡ് നിർത്തി. പക്ഷേ ഹമ്മർ എന്ന പേര് വലുതായിരുന്നു. അത് തിരിച്ചു വന്നത് ഈ രൂപത്തിലാണ്, ഹമ്മർ EV. ജനറൽ മോട്ടോഴ്സിൻ്റെ GMCൻ്റെ അണ്ടറിലാണ് ഇപ്പം ഹമ്മർ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഹമ്മർ EV എന്നിപ്പോൾ നമുക്ക് പിക്കപ്പ് വേർഷനിൽ വണ്ടി കിട്ടിയിരിക്കുകയാണ്. ഇത് നമ്മളൊരു എക്സ്ക്ലൂസീവ്ലി ഒരു ഡ്രൈവോട് കൂടിയിട്ടുള്ള റിവ്യൂ നിങ്ങൾ കൊണ്ടുവരാണ്. സോ ഓൾ മൈ ഫ്ലൈലേഴ്സ്, വെൽക്കം ടു ഫ്ലൈവേൽ. അതായത് എനിക്ക് 2 വയസ്സുള്ളപ്പോഴാണ് അമേരിക്കൻ്റെ പെൻറ്റഗൺ ഹൗസ് ഒരു എക്സ്ട്രീം മിലിറ്ററി വെഹിക്കിൾ നിർമ്മിക്കാനുള്ള ഒരു പ്രോജക്റ്റ് അനൗൺസ് ചെയ്യുന്നത്. അതിൽ അന്ന് എയിം ജനറൽ അത് പ്രോജക്റ്റിൻ്റെ ടെൻഡർ കിട്ടുകയും അവർ ഡെവലപ്പ് ചെയ്ത് വന്നൊരു വണ്ടിയായിരുന്നു ഹമ്മർ H1 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹംവി എന്ന് വിളിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലുണ്ടായിരുന്ന ഗൾഫ് യുദ്ധകാലത്ത് ശരിക്കും ഹീറോയിസം കാണിച്ചെന്നോ അല്ലെങ്കിൽ വില്ലൻസും കാണിച്ചെന്നോ അറിയില്ല. എന്തായാലും അന്ന് പോപ്പുലറായിട്ട് വന്നിരുന്ന ഒരു വണ്ടിയായിരുന്നു ഹമ്മറിൻ്റെ H1. മിലിറ്ററി ഫേവറേറ്റ് വണ്ടിയായി മാറി, ഹൈലി കേപ്പബിളായി. അതിൻ്റെ ഒരു ഘടനയും അതിൻ്റെ ഒരു വീൽ ട്രാക്കും വീലിൻ്റെ പ്ലേസ്മെൻറ്റും ഓവർഹാങ് ഇല്ലായ്മ എല്ലാം തന്നെ ഹൈലി കേപ്പബിളാക്കിയുള്ള എക്സ്ട്രീം ഓഫ് റോഡറാക്കി മാറ്റി. പിന്നെ നമ്മുടെ സൂപ്പർ സ്റ്റാറായിരുന്ന ആർണോൾഡ് ഷ്വാർസ്നെഗർ, പുള്ളിക്കാരന് അമേരിക്കൻ ഗവർണറിലായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുന്നേ പുള്ളിക്കാരന് കാണിച്ച ഒരു എക്സ്ട്രീം ഒരു തമാശയായിരുന്നു ഹംവറിനെ ഒരു സിവിലൈസ്ഡ് വേർഷനിലേക്ക് കൊണ്ടുവരാന്നുള്ളത്. അങ്ങനെ ഒരു ഹംവി എടുത്തിട്ട് പുള്ളിയുടെ രൂപത്തിൽ സിവിലൈസ് ചെയ്ത് ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ അതിനൊരു പോപ്പുലാരിറ്റി നേടി. അങ്ങനെ വന്നപ്പോഴാണ് എൻ്റെ സിവിലിയൻ വേർഷൻ കൊണ്ടുവരണമെന്ന് വെച്ചിട്ട് H2 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. H2 ഇറ്റ്സ് എ ബിഗ് കാർ അഗെയിൻ. ഹംവിൻ്റെ അത്ര വലുതല്ലെങ്കിലും മാസ് ആയിട്ടുള്ളൊരു ബോക്സി ആയിട്ടുള്ള ഹൈലി കേപ്പബിൾ ആയിട്ടുള്ളൊരു വണ്ടി തന്നെയായിരുന്നു. H2 സക്സസ്ഫുള്ളി വന്നു. പക്ഷേ അതിൻ്റെ സൈസെല്ലാം പല മാർക്കറ്റിലും വോളിയം ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ പ്രൈസ് കൂടുതലുള്ളപ്പോൾ ചെയ്തപ്പോഴാണ് H3 ആയിട്ട് മൂന്നാമതൊരു മോഡൽ ഹമ്മർ വന്നത്. അപ്പോഴേക്ക് ഇതിൻ്റെ കമ്പനി ഓണർഷിപ്പെല്ലാം മാറുകയെല്ലാം ചെയ്തിരുന്നു. പിന്നെ ജനറൽ മോട്ടോഴ്സിൻ്റെ അതായി മാറി. എന്തായാലും ആ ഒരു ഫോർച്യൂൺ അധികം കാലം നിന്നില്ല. ഇന്നിപ്പോൾ നമുക്കറിയാവുന്ന വരുന്ന എക്കോ ഫ്രണ്ട്ലിനെസ്സും അതുപോലെ തന്നെ എഫിഷ്യൻറ്റ് ഫാക്ടേഴ്സ് എല്ലാം കണക്കിലെടുത്തിട്ട് ഹമ്മറിൻ്റെ പ്രൊഡക്ഷൻ ഇവർക്ക് ആക്സിഡൻറ്റ് വന്നു. അതേപോലെ തന്നെ സെയിൽ ഡ്രോപ്പും ഉണ്ടായിരുന്നു. ഹമ്മർ എന്ന ബ്രാൻഡ് പ്രൊഡക്ഷൻ നിർത്തിയെങ്കിൽ ആ ബ്രാൻഡ് ആളുകളുടെ മനസ്സിൽ ജീവിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സായിട്ടുള്ള ദീപുനെ പോലത്തെ ആൾക്കാർ വരെ ഇപ്പോഴും ഹമ്മർ H2 എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം അതിൻ്റെ ഒരു കൾട്ട് ഫോളോയിങ് ഉണ്ട്. ഈ കൾട്ട് ഫോളോയിങ് മനസ്സിലാക്കിയിട്ടാണ് ജനറൽ മോട്ടോഴ്സ് വീണ്ടും ഹമ്മർ റീഇൻട്രൊഡ്യൂസ് ചെയ്തില്ല, പക്ഷേ ഇൻ എ മോഡേൺ വേ. അതാണെന്ന് നമ്മൾ കാണുന്ന ഹംവി. സോ ഹംവിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസൈനും നമുക്ക് ബാക്കിയുള്ള എക്സ്പീരിയൻസും നോക്കാം. 2.5 മീറ്റർ നീളം, 2.5 മീറ്റർ വീതി, 5.5 മീറ്റർ നീളം, അതിൽ തന്നെ 3.5 മീറ്റർ വീൽ ബേസ്. കണ്ടല്ലോ, ഹമ്മർ ഒരു ചെറിയ വണ്ടിയല്ല. ഹമ്മർ EV ആയിട്ട് വന്നതും ചെറിയ വണ്ടിയല്ല. അത്യാവശ്യം സെയിം സൈസോട് കൂടി, അതായത് H2ൻ്റെ സൈസോട് കൂടി തന്നെയാണ് പുതിയ EV വന്നിട്ടുള്ളത്. പക്ഷേ ഹൈറ്റ് കുറച്ച് കുറവുന്നുണ്ട്. എന്നാലും ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ആയിട്ട് വന്നപ്പോഴും ആ ഒരു ബോക്സിനെസ്സും ആ ഒരു ക്യാരക്ടറെല്ലാം റീറ്റെയിൻ ചെയ്യുന്നത് മാക്സിമം എയറോഡൈനാമിക്സ് കിട്ടുന്ന രീതിയിൽ ആ ഡിസൈൻ ചെയ്തു എന്നുള്ളതാണ്. സോ ആ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്കിവിടെ ഡിസൈനിൽ കാണാം. വലിയൊരു ഫേസാണ് വന്നിരിക്കുന്നത്. ഈ ഒരു വലിയൊരു ഗ്ലാസ് പോർഷൻ കാണാം. ഇതിവിടെ ഇല്ലുമിനേറ്റ് നിൽക്കുമ്പോൾ DRL വരും. അതിപ്പം നമ്മൾ ലോക്ക് ചെയ്തുകൊണ്ട് ചിലപ്പോൾ ഇല്ലുമിനേഷൻ പോകും. ഈ ഒരു DRL നമുക്ക് കാണാം. ഇതിൽ ഹമ്മർ കൊടുത്തിട്ടുണ്ട്. അവിടെ താഴെ EV ഒന്നും കാണാം. വലിയൊരു ഫേസ് തന്നെയാണ്. ഫേസിനുള്ളിൽ ആക്ച്വലി ഒരു ട്രങ്ക് വരുന്നുണ്ട്, ആക്ച്വലി ഫ്രങ്ക് വരുന്നുണ്ട്. ഞാൻ കാണിക്കാം.
അപ്പോൾ ഈ ഒരു ഹെഡ്ലൈറ്റ് നമുക്ക് ശരിക്കും കാണുമ്പോൾ തന്നെ ഒരു ക്യാരക്ടർ ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ മേലെ ഈ ബ്ലോക്ക് വന്നതും ഹമ്മർ ക്യാരക്ടർ വന്നിട്ടുണ്ട്. വലിയൊരു ബമ്പർ പോർഷൻ ഉണ്ട്, അതും ഹമ്മറിൽ കണ്ട തരത്തിൽ ഒരു ഫ്രണ്ടെല്ലാം ശരിക്കും ഒരു ഓഫ് റോഡ് ഫീൽ കിട്ടുന്ന രീതിയിൽ ഹമ്പറാണ്. വലിയ ടോ ഹുക്സ് ഉണ്ട്, എൻ്റെ അമ്മ ഭയങ്കര ഹെവിയാണ്. ഇവിടെല്ലാം എയർ വെൻസ് കൊടുത്തിട്ടുണ്ട് കൂളിംഗ് സിസ്റ്റത്തിനുള്ള, അതെല്ലാം തന്നെ റഗഡ്നെസ് കൊടുക്കുന്ന രീതിയിലാണ്. ഈ ബോണറ്റിൻ്റെ മേലെ വന്നിരിക്കുന്ന ഒരു ക്യാരക്ടർ, ആ ഒരു ലൈന്, അതുപോലെ തന്നെ അതിൻ്റെ ഷേപ്പിങ്ങും ഇവിടെ വന്നിരിക്കുന്ന ഹമ്പെല്ലാം തന്നെ ഒരു ഹമ്മറിൻ്റെ ഒരു ഫീൽ, ഒരു ഹെവി മാസ് ഫീൽ ഉണ്ട്. ശരിക്കും ഷോൾഡർ മസിലുള്ള ഫീലാണ്. ചെറിയ ഗ്ലാസ്സാണ് ഹമ്മറിൻ്റെ ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നത്. ഒരു ട്രക്ക് ലൈക്ക് ഫീൽ അതും കൊടുത്തിട്ടുണ്ട്. മേലെ 3 സ്പോട്ട് ലൈറ്റ്സ് ഉണ്ട്. വലിയ ബോണറ്റുള്ള ട്രക്കിൽ തന്നെ കാണുന്ന ഫീലുണ്ട്. സോ ആ ഒരു ഹമ്മർ ക്യാരക്ടർ ഫ്രണ്ടിൽ നിന്ന് തന്നെ കാണാം. അത് സൈഡ് വ്യൂ മിററും ഒരു ചങ്കായിട്ട് നിൽക്കുന്ന ഫ്രണ്ട് എന്നുള്ള ഒരു എലമെൻറ്റാണ്. പിന്നെ ഇത്രയും വലിയൊരു ടയർ, അതിൽ തന്നെ ആ ഒരു ഓഫ് റോഡ് ടയർ ആയതുകൊണ്ട് ശരിക്കും ആ ഒരു ഗ്രൂസും കാര്യമെല്ലാം കാണുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഹമ്മറിൻ്റെ ഒരു ക്യാരക്ടർ ഈ വീലും കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ദാറ്റ് ലുക്ക് അമേസിങ്. ഇതാണ് ഹമ്മറിൻ്റെ കീ. ഇതിൽ ഒരുപാട് ബട്ടൺസ് ഉണ്ട്. അതിലൊരു ബട്ടൺ നമുക്ക് ഫ്രങ്ക് ഓപ്പൺ ചെയ്യാനാണ്. ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിക്കലി തന്നെ ഓപ്പൺ ആവും. അപ്പോൾ ഈ ഫ്രങ്ക് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നൊരു കാര്യമുണ്ട്, വലിയൊരു ബൂട്ട് സ്പേസ് ഉണ്ട്. അത്യാവശ്യം നല്ല ബൂട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ ആ ചാർജിങ്ങിൻ്റെ കേബിളും കാര്യങ്ങളും വെക്കാവുന്ന സ്പേസാണുള്ളത്. സോ ഇത് നമുക്ക് ശരിക്കും ലഗേജ് വെക്കാവുന്ന സ്പേസ് തന്നെയാണ്. ഇതും നമുക്ക് ക്ലോസ് ചെയ്യാനും കീയിൽ തന്നെ പറ്റും. ഡബിൾ ടാപ്പ് ചെയ്ത് അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഫുള്ള് കീയിൽ ഇലക്ട്രിക്കലി നമുക്ക് ക്ലോസ് ചെയ്യാം. ഇതിൻ്റെ പുറമെ ഉള്ളിൽ ഹെഡ്ലൈറ്റിനെല്ലാം അവിടെ ബട്ടൺസ് ഉണ്ട്, അതിലും ഡബിൾ ടാപ്പ് ചെയ്താൽ നമുക്ക് ഫ്രങ്ക് ഉപയോഗിക്കാൻ പറ്റും. വെരി യൂസ്ഫുൾ ട്രങ്ക്, വലിയ സ്പേസ് ഉണ്ട്. അപ്പോൾ ബാക്കിലെ പിക്കപ്പ് ഓപ്പൺ ആണെങ്കിലും നമുക്ക് ഇവിടെ ക്ലോസ് ആയിട്ടുള്ള ബാഗെല്ലാം ഇവിടെ വെക്കാൻ പറ്റും. സൈഡ് പ്രൊഫൈൽ കാണുമ്പോൾ നമുക്ക് ശരിക്കും ആ ചങ്കി ഹെവി മാസ് ഫീൽ ഉണ്ട്. ഫ്രണ്ടിൽ തന്നെ കാണാം ഒരു സ്ക്വയറിഷ് ആയിട്ടുള്ളൊരു വീൽ ആച്ചാണ്. അതിൻ്റെ മേലെ കൊടുത്തിരിക്കുന്ന ഒരു മസിൽ ഫീൽ അമേസിങ് ആണ്. വലിയൊരു ടയറാണ്, പക്ഷേ വീല് 18 ഇഞ്ചുകളും ബീഡ് ലോക്ക് എല്ലാം ടൈപ്പ് ആയിട്ടുള്ളൊരു ഡിസൈനാണുള്ളത്. ആ വീലിൽ തന്നെ 305/70 സെക്ഷൻ ടയറാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പ്രൊഫൈലുള്ള ടയറാണ്. ഇതിൽ വന്നിരിക്കുന്നത് ഗുഡിയറിൻ്റെ റാംഗ്ലറാണ്. അതിൽ തന്നെയുള്ള 80 ടയേഴ്സാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും നല്ല ഓഫ് റോഡ് സ്പെക്കിലുള്ള ടയറാണുള്ളത്. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, ഇവിടെ ഒരു ഫ്രണ്ടിൽ തന്നെ ഒരു മസിൽ ഫീൽ കൊടുത്തു. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടൊരു ക്ലീൻ ആയിട്ടുള്ള ഡോസാണ്. ആക്ച്വലി ഇത് പിക്കപ്പാണ്, SUV വരുന്നുണ്ട്. പിക്കപ്പിന് SUV-നേക്കാളും അല്പം ഹൈറ്റ് കുറവാണ് ടോപ്പിലായിട്ടിൽ. കാരണം SUV-യിൽ കുറച്ചുകൂടി ഒരു റൂഫ് ലൈൻ ഹൈറ്റ് കൂടുതലുണ്ട്, ചെറിയ ഡിഫറൻസ് ഉള്ളൂ. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന ഫ്രെയിംലെസ് ഡോഴ്സാണ്. ഫ്രെയിംലെസ് ഡോറ് പിന്നെ ഈ റിമൂവബിൾ ടോപ്പും കൂടെ ആകുമ്പോൾ ശരിക്കും ഒരു സ്പോട്ടി ക്യാരക്ടറാണ്. ഈ ടോപ്പ് ആക്ച്വലി റിമൂവ് ചെയ്ത് നമുക്ക് ഇതൊരു ഓപ്പൺ ഒരു ബാഹ ടൈപ്പ് വെഹിക്കിളാക്കാൻ പറ്റും ഈ പിക്കപ്പിൻ്റെ കേസിൽ. ഇതിൻ്റെ സൈഡ് പ്രൊഫൈലിൽ ശരിക്കും ഈ ഒരു ലൈൻ അല്ലാതെ വേറെ ലൈൻസ് വരുന്നില്ല. താഴെ നമുക്ക് വലിയൊരു ചങ്കായിട്ടുള്ളൊരു സ്റ്റെപ്പ് കാണാം. അതിൻ്റെ കൂടെ മേലെ ഇവിടെ എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. റിയർ ഡോറിലും ഫ്രെയിംലെസ് ഡോഴ്സാണ് വന്നിരിക്കുന്നത്. പിന്നെ ഒരു സി പില്ലർ ഉണ്ട്, അതും ഭയങ്കര മാസീവ് സൈസിലാണ് വന്നിരിക്കുന്നത്. അവിടെ അങ്ങോട്ട് തുടങ്ങുന്ന പിക്കപ്പ് പോർഷനും ഫ്രണ്ടിൽ കണ്ട തരത്തിലുള്ള ഒരു സ്ക്വയറിഷ് ആയിട്ടുള്ള ഒരു വീൽ ആർച്ചുമാണ് സൈഡ് പ്രൊഫൈൽ വന്നിരിക്കുന്നത്. ആ ഒരു വീൽ ആർച്ചിൻ്റെ എലമെൻറ്റ് കുറച്ചുകൂടി ഒരു ഹെവി മാസ് ക്യാരക്ടർ ലഭിക്കുന്നുണ്ട്. സൈഡിലേക്ക് എത്തുമ്പോൾ ലാസ്റ്റിലേക്ക് ആ ഒരു കൺസോൾട്ടേഷനും അടിപൊളിയായിട്ടുണ്ട്. സോ സൈഡിൽ നിന്ന് കാണുമ്പോൾ തന്നെ ഒരു ഫീൽ ഉണ്ട്, വലിയൊരു മാസീവ് വെഹിക്കിളാണ്. അത് ശരിക്കും ഇതിൻ്റെ ക്യാരക്ടറിന് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്നുണ്ട്. നോർമലി പിക്കപ്പും SUV ഉണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടാറുള്ള SUV ആണെങ്കിലും ഈ ഒരു ഹമ്മറിൻ്റെ കേസിൽ എനിക്ക് പിക്കപ്പാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ള ലുക്സ് വൈസ്. കാരണം ഈ ഒരു ക്യാരക്ടറെല്ലാം തന്നെ എനിക്ക് തോന്നുന്നു പിക്കപ്പിൽ കുറച്ചുകൂടി ചേരുന്നുണ്ട്. ആദ്യം പിക്കപ്പ് ഡിസൈൻ ചെയ്ത് പിന്നെ SUV ആക്കിയ പോലെയാണ് SUV കാണുമ്പോൾ എനിക്ക് തോന്നിയില്ല ഗ്ലാസ് പോർഷനിൽ വരുമ്പോൾ. എനിവേ വലിയൊരു പിക്കപ്പാണ്. ഈ ഒരു ലോങ് ആയിട്ടുള്ള ഒരു ലോഡ് ബെഡ് ഉണ്ട്. ഇത് ശരിക്കും കവർ ചെയ്യാൻ പറ്റും ഇലക്ട്രിക്കലി തന്നെ. പക്ഷേ ഈ ഒരു കേസിൽ ഇവിടെ നമുക്ക് സ്പെയർ വീൽ പുറത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ കവേർഡ് അല്ല നമുക്ക്. പക്ഷേ ഈ ഒരു ട്രങ്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഇലക്ട്രിക്കലി പറ്റും, കീലും പറ്റും. ഇവിടെയും ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതും തന്നെ 2 സ്റ്റേജിൽ ഞാൻ കാണിച്ചു തരാം. ഇത് നോർമൽ ഓപ്പണിങ്, ക്ലോസ് ചെയ്യാൻ നമുക്ക് മാനുവലി ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു ബട്ടൺ കാണാം, അത് ഈ ഒരു പോർഷൻ തുറക്കാനാണ്. ഈ ഒരു പോർഷൻ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യമുള്ള സാധനം വെക്കാനും തുറക്കാനും പറ്റും. ഇതിനൊരു വേറൊരു യൂസും കൂടെ ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പായി. ഈ സ്റ്റെപ്പോടുകൂടി നമുക്ക് ഉള്ളോട്ട് കയറാൻ പറ്റും. കയറിക്കഴിഞ്ഞാൽ നല്ലൊരു ബെഡ് സ്പേസ് തന്നെ ഇവിടെ ഉണ്ട്. വല്ല ക്യാമ്പിങ്ങിനോ മറ്റോ പോകണമെങ്കിൽ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈസി ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ സ്റ്റെപ്പ് കൊടുത്തിട്ടുള്ളത്. ഇറ്റ്സ് റിയലി കൂൾ ഫീച്ചർ. ഇതിപ്പം പുതിയ GMCയിലും വന്നിട്ടുണ്ട്. ആൻഡ് റിയലി അമേസിങ്. ഐ റിയലി ലവ്ഡ് ഇറ്റ്. പറഞ്ഞിട്ടില്ല കേട്ടോ റിയറിനെ കുറിച്ച്. ഇതിപ്പോൾ നമുക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ തന്നെ എളുപ്പം പറ്റും. 1 2 3. പക്ഷെ അത് മാനുവലി ചെയ്യണമെന്നുള്ളൂ. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹമ്മറിൻ്റെ ലോഗോ വലുതായിട്ട് കാണാം. ഇവിടെ നല്ല നീറ്റായിട്ട് ടെയിൽ ലൈറ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ അൺലോക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം.
നല്ല നല്ല രസത്തിലാണ് ആ ടൈലൈറ്റിൻ്റെ ഒരു ക്ലസ്റ്റർ എല്ലാം കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കറിയാം അമേരിക്കൻ വെഹിക്കിൾസ് റെഡ് കളറിലായിരിക്കും ഇൻഡിക്കേറ്റേഴ്സ് റിയറിലുണ്ടാവും. പിന്നെ ഇവിടെ നമുക്ക് ടോ ഹുക്സ് കാണാം, വലിയ ബമ്പറുണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ടൈലറും അതുപോലെ തന്നെ ട്രെയിലർ ഹുക്ക് അറ്റാച്ച് ചെയ്യാനുള്ള എല്ലാം തന്നെ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ എല്ലാം തന്നെ പ്ലഗ് കൊടുത്തിട്ടുണ്ട്, പവർ പോയിൻറ്റ്സ്. അപ്പോൾ അതെല്ലാം തന്നെ ഒരു ഓഫ് റോഡ് ക്യാമ്പിംഗ് വെഹിക്കിളിന് അതേപോലെ ട്രെയിലറെല്ലാം കണക്ട് ചെയ്യുമ്പോൾ വേണ്ട എലമെൻറ്റ്സ് ആണ്. ഇവിടെ ക്യാമറ എല്ലാം കൊടുത്ത് കാണാം. സോ ബേസിക്കലി ഡിസൈൻ വൈസ് ഒരു പിക്കപ്പ് എന്ന രീതിയിൽ സോർട്ടഡ് ആണ്. എന്നാൽ ഒരു ചങ്കിനെസ്, ഒരു ഹമ്മറിൻ്റെ ക്യാരക്ടർ കൊണ്ടുവരുന്നതിലാണ് ഇവർ ഡിസൈനേഴ്സ് സക്സസ്ഫുൾ ആയിട്ടുള്ളത്. ഇത് കോമ്പീറ്റ് ചെയ്യുന്ന നമുക്കറിയാം ഇപ്പോൾ ഉള്ള റെഗുലറായിട്ടുള്ള പിക്കപ്സ് ഉണ്ട്. ഇലക്ട്രിക് പിക്കപ്പായിട്ട് F-150 EX എന്ന് പറഞ്ഞ മോഡൽസ് എല്ലാം ഉണ്ട്, ഇലക്ട്രിക് മോഡലെല്ലാം. പക്ഷേ മെയിൻ ആയിട്ടുള്ള റൈവൽ നിൽക്കുന്നുണ്ടെങ്കിൽ ടെസ്ല സൈബർ ട്രക്കാണ്. സൈബർ ട്രക്ക് വേറൊരു ക്യാരക്ടറാണ്, ഇത് വേറൊരു ക്യാരക്ടറാണ്. ഇതൊരു ഇലക്ട്രിക് വെഹിക്കിളാണെന്നുള്ളത് നമ്മൾ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഫീൽ ചെയ്യും. 2 വലിയ സ്ക്രീനുണ്ട്, ഒന്ന് മീറ്റർ കൺസോളിലേക്കുള്ളതും മറ്റേ ഇൻഫോർടൈൻമെൻറ്റിലേക്കുള്ള, അതും തന്നെ സ്റ്റാൻഡ് അപ്പ് റൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതൊരു അഗെയിൻ ഒരു ഹമ്മർ എലമെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. മിലിറ്ററീസ് എല്ലാം ഇങ്ങനെ ഓരോ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും കമ്പ്യൂട്ടറിലും വെച്ചിട്ട് ഒരു പോകുന്നൊരു ഫീലുണ്ട്. ഈ സ്ക്രീനിൻ്റെ താഴെ എല്ലാ കൺട്രോൾസിനും ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാം ഒരു ശരിക്കും ഒരു ഹെവി ക്യാരക്ടർ ലഭിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം നോബ് കൊടുത്തെല്ലാം തന്നെ നല്ലൊരു ശരിക്കും ഒരു ഹമ്മറിൻ്റെ ഫീലുണ്ട്, എല്ലാത്തിനൊരു ഒരു ഹെവി ഫീലുണ്ട്. ഇവിടെ ഫുള്ളും റോ ഓഫ് ബട്ടൺസ് ഉണ്ട്. താഴെയാണ് AC വെൻറ്റ് വരുന്നത്. ഇവിടെ വേർട്ടിക്കലായിട്ടുള്ള AC വെൻറ്റ് 2 സൈഡിലും കാണാം. അതും ഒരു ഹമ്മർ എലമെൻ്റ് ആണ്. ഇന്നിപ്പോൾ നമുക്കറിയാം റെട്രോ ഡിസൈൻസിൽ ഇങ്ങനത്തെ ഡിസൈൻസ് എല്ലാം വരുന്നുണ്ട്. പക്ഷേ അതിൽ തന്നെ ഒരു സ്റ്റാൻഡ് ഔട്ട് നിൽക്കുന്നത് പോലെയാണ് ഈ ഹമ്മർ റിവ്യൂലുള്ളത്. ഇവിടെയും നമുക്ക് കുറേ ഗ്രൂസും കാര്യങ്ങളും കാണുന്ന ഒരു ഹെവി ഫീലുള്ള സ്റ്റിയറിംഗ് പിടിക്കുമ്പോൾ ആ ഒരു ഹെവി ചങ്കിനെസ് ഉണ്ട്. വലിയൊരു ഹബ്ബോർഡ് കൂട്ടുള്ള സ്റ്റിയറിംഗ്, മൾട്ടി ഫങ്ഷൻസ് ആണ്. ഇവിടെ HEV എന്നുള്ള ലോഗോ കാണാം. ഈ ഒരു ഡ്രൈവ് മോഡ് സെലക്ടർ നമ്മൾ ഗിയറിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ആ യോട്ട് ലൈക്ക് ഒരു ഫീലാണ്, അതും ഹെവിയാണ്. ഇവിടെ ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യാനുള്ള ഒരു റോട്ടറി നോബ് ഉണ്ട്. ഇവിടെ നമുക്ക് ഇൻഡക്ഷൻ ചാർജിങ് ഉണ്ട്, അതിനും ഫോൺ വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. 2 കപ്പ് ഹോൾഡർ ഉണ്ട്. ഇവിടെ വലിയ ഒരു ഹാൻഡ് റെസ്റ്റ് ആണ്, അത് തുറന്നു കഴിഞ്ഞാൽ വലിയൊരു സ്പേസ് ഉള്ളിലുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സ്പേസാണ്. കയറി വരുമ്പോൾ പിടിക്കാനുള്ള ഒരു ഹാൻഡിലുണ്ട്, അതും മാസാണ്. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന ഒരു പാനോറമിക് റൂഫാണ്. ഇത് റിമൂവബിൾ ആയിട്ടുള്ള റൂഫാണ്. റിമൂവ് ചെയ്ത് കാണിച്ചു തരാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ബാഹ വെഹിക്കിൾ ഫീൽ ലഭിക്കുന്നുണ്ട്. ഇതിപ്പം ഇങ്ങനെ വെക്കുമ്പോഴുള്ളൊരു കുഴപ്പം വെച്ചാൽ സൺലൈറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ AC കൺസംഷൻ കൂടും, പ്രത്യേകിച്ച് നമ്മൾ ചൂടുള്ള രാജ്യത്ത്. അതുകൊണ്ട് തന്നെ അപ്പം നമ്മൾ എഫിഷ്യൻസി കുറയാനുള്ള ചാൻസ് ഹൈ ആണ്. സീറ്റ് കൂളിങ്ങും ഹീറ്റിങ്ങും വരുന്നുണ്ട്. നമുക്കിവിടെ നാട്ടിൽ വേണ്ടത് കൂളിംഗ് ആണ്. അതുപോലെ തന്നെ ഡോറിൻ്റെ മേലുള്ള ഒരു ഡിസൈനും ആ ഒരു പിടിക്കുമ്പോഴുള്ള ടച്ച് ചെയ്യുന്ന ഫീലുള്ള റഫ് ഫീലാണ്, വിച്ച് അഗെയിൻ ഈസ് എ ഹമ്മർ എലമെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ റിയലി ലൈക്ക് ഇറ്റ്. റിയർ വ്യൂ മിറർ വന്നിരിക്കുന്നത് ക്യാം ടൈപ്പാണ്, അപ്പോൾ അതുകൊണ്ട് സ്ക്രീനാണ്. അതിൻ്റെ ഒരു ഗുണം അഗെയിൻ നമുക്ക് ഈ ഒരു വീലും കാര്യം വെക്കുമ്പോൾ ഒരു തടസ്സം നമുക്ക് കാണുന്നുണ്ടെങ്കിലും കറക്റ്റ് വ്യൂ ലഭിക്കുന്നുണ്ട്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ സാധാരണ മിറർ ആവും ചെയ്യും, അല്ലാതെ വെറും ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു സ്ക്രീൻ മാത്രമല്ല. അപ്പോൾ മൊത്തത്തിലൊരു വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ്. ബോസിൻ്റെ സൗണ്ട് സിസ്റ്റം വന്നിരിക്കുന്നത്. സൗണ്ട് സിസ്റ്റം ബോസിനാണെങ്കിൽ അതിൻ്റെ മേലെ ഗ്രില്ലിൽ കൊടുത്തിരിക്കുന്ന ഡിസൈൻ അഗെയിൻ ഒരു ഓഫ് റോഡ് ആരിസോണ ഫോറസ്റ്റിൽ ഒരു ഡിസൈൻ ഫീലല്ല. അപ്പോൾ അതെല്ലാം തന്നെ ഒരു അട്രാക്റ്റീവ് എലമെൻ്റ് ആണ്. നമുക്ക് ഇരിക്കുമ്പോൾ തന്നെ ഒരു ഹൈറ്റ് ഫീൽ ചെയ്യുന്നതും ആ പുറത്തേക്കുള്ള ചെറിയ ഗ്ലാസ്സിലൂടെയുള്ള നോട്ടെല്ലാം കാണുമ്പം ആ ഒരു ടാങ്കോ അല്ല ഓടിക്കുന്ന പോലുള്ള ഫീലാണ്. എനിവേ ഹമ്മർ എലമെൻറ്റ് ഈസ് റീറ്റെയിൻ. പുറത്തേക്കുള്ള വിൻഡോ പുറത്തുനിന്ന് ചെറുതായി തോന്നിയാലും ഉള്ളിലിരിക്കുമ്പോൾ നല്ല വ്യൂ ലഭിക്കുന്നുണ്ട്. സെക്കൻഡ് റോ സീറ്റ് ഉണ്ട്, അത് നമുക്ക് സെക്കൻഡ് റോയിൽ നോക്കാം. എന്തായാലും ഫ്രണ്ടിലെ സീറ്റ് നല്ല സൈഡ് ബോസ്റ്റേഴ്സിലായിട്ട് നല്ല സ്ട്രോങ് അപ്പീലും കംഫർട്ടബിളുമാണ്. ബേസിക്കലി അമേരിക്കൻ വലിയ വണ്ടികളിലുണ്ടാകുന്ന ആ ഫീൽ, ഒരു മാസ് ഫീൽ ഉണ്ട്, അത് ശരിക്കും കാണാം. ഒരു സംഗതിനെ പുറത്തുനിന്ന് പറയാൻ പറഞ്ഞത് ഈ ചെറിയ വിൻഡോ ആയതുകൊണ്ട് 3 വൈപ്പർ ബ്ലേഡ്സാണ് കൊടുത്തിരിക്കുന്നത്. കൂൾ റൈറ്റ്. സോ കയറി വരാൻ നമുക്ക് ഈ ഒരു ഹോൾഡും സ്റ്റെപ്പെല്ലാം ഉള്ളത് നല്ലതാണ്. ശരിക്കും ആ ഗ്രാബ് ഹാൻഡിൽ വളരെ യൂസ്ഫുള്ളാണ്. റിയറിൽ AC വരുന്നുണ്ട്, അത് തന്നെ നല്ലൊരു ഫ്ലോയിൽ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല AC എഫക്റ്റീവാണ്. ബാക്കിലെ സീറ്റ് ഫ്രണ്ടിനെ കുറച്ച് ലോ ആണ്, പക്ഷേ നമുക്ക് അത്യാവശ്യം നീറ്റായിട്ട് റിക്ലൈൻ ഉണ്ട്. ഓവറൊന്നുമല്ല, പക്ഷേ നമുക്ക് നീറ്റ് റിക്ലൈൻ ഉണ്ട്. നമുക്ക് ഇത്രയും നല്ല സ്പേസ് ഉണ്ട്. ഫ്രണ്ടിലെ സീറ്റിന് അടിയിലേക്ക് കാല് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ച് തൈ സപ്പോർട്ട് കുറയാൻ കാല് പൊങ്ങിയിട്ടാണ് നിൽക്കുന്നത്. കാരണം ബാറ്ററി വരുന്നതുകൊണ്ട് ഫ്ലോർ ഹൈറ്റ് കൂടുതലാണ്, പക്ഷെ ഹമ്പ് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് 3 പേർക്ക് കംപ്ലീറ്റ്ലി കംഫർട്ടബിൾ ഇരിക്കാം. മൂന്നാമത്തെ ആൾ സെൻറ്ററിൽ ഇരിക്കുമ്പോൾ AC കൂടുതൽ അയാളെ മേലേക്കൊക്കെ അടിക്കുക, അത് ഉറപ്പാണ്. കാരണം AC വെൻ്റ് ഇവിടെയുള്ളത്. ഇവിടെ USB-Cയും USB ചാർജറും വരുന്നുണ്ട്. ചാർജ് ചെയ്യുമ്പോൾ ഫോൺ വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ എല്ലാം സ്പേസ് വരുന്നുണ്ട്. പിന്നെ 2 ആളും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഹാൻഡ് റെസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 കപ്പ് ഹോൾഡർ ഉണ്ട്. കപ്പ് ഹോൾഡർ ഇവിടെ വരുന്നുണ്ടെങ്കിലും ഇങ്ങോട്ട് സ്പേസ് ഉള്ളതുകൊണ്ട് ബോട്ടിലൊന്നും വെച്ചാലും വലിയ തടസ്സം ഉണ്ടാവില്ല. റിയറിൽ വിൻഡോ ഓപ്പൺ ചെയ്യാൻ പറ്റും, അത് ഞാൻ കാണിക്കാം. ഒരു എയറി ഫീൽ ലഭിക്കാം. നമുക്ക് എക്സോസ് നോട്ടൊന്നും കേൾക്കാനില്ല. പക്ഷേ റിയറിനും നമുക്ക് ബൂട്ടിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ലോഡ് ബെഡിലേക്ക് ആക്സസ് ഒന്നുമില്ല. ഇവിടെ ഇരിക്കുമ്പോൾ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഫാമിലിയിലായിട്ട് പോകുമ്പം
5 പേർക്കും കംഫർട്ടബിൾ യാത്രയാവുന്ന ഒരു സ്പേസ് ഉണ്ട്. സാധാരണ പിക്കപ്പിൻ്റെ ഒരു എലമെൻ്റാണ്. അതിൻ്റെ പുറമെ ഈ ഒരു പാനോറമിക്സ് റൂഫ് വരുന്നതും നല്ല എലമെൻറ്റാണ്. ഇതെല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അല്ല, പക്ഷേ ഈ ഫോറിനേഴ്സ് ലൈക്ക് യൂറോപ്യൻസും അമേരിക്കൻസ് എല്ലാം വെയിൽ കൊള്ളാൻ സൺബാത്തിനെല്ലാം നല്ല വെയിലത്ത് ഡ്രൈവിന് പോകും. നമ്മൾ അറബ്സും നമ്മളൊന്നും അത് ചെയ്യാറില്ല. പക്ഷേ ഇങ്ങനെ തുറന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ ബാഹ ഫീൽ ഉണ്ട്. അത് അഗെയിൻ ഒരു മിലിറ്ററി എലമെൻ്റായിട്ട് ഹമ്മറിൽ ഉണ്ടായിരുന്ന കാര്യമാണ്. സോ അഗെയിൻ ദാറ്റ് ഈസ് ഓൾസോ റീറ്റെയിൻഡ്. ഈ ടോപ്പ് റിമൂവ് ചെയ്യാൻ എളുപ്പമാണ്. 2 ലോക്സാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ഇവിടെയും നമുക്ക് ശരിക്കും റിമൂവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ 4 സൈഡിൽ ഊരി കഴിഞ്ഞാൽ വളരെ ഒരു ഓപ്പൺ ഫീൽ ലഭിക്കും. ഞാൻ ഊരിയിട്ടുള്ളത് കാണിച്ചു തരാം. ഹമ്മർ റിവ്യൂവിൻ്റെ ഡ്രൈവിലേക്ക് പോകുമ്പോൾ ഇതിൽ 2 കൂളസ്റ്റ് ഫീച്ചേഴ്സ് ഞാൻ കാണിക്കാം. ഒന്ന്, ഇതിൽ 4 വീൽ സ്റ്റിയറിംഗ് ഉണ്ട്. 4 വീൽ സ്റ്റിയറിംഗ് പറഞ്ഞാൽ ചെറിയ ഒരു ആംഗിളിലല്ല സ്റ്റിയർ ചെയ്യുന്നത്, നല്ലൊരു ഡിഗ്രി ആംഗിളിൽ ചെയ്തിട്ടുണ്ട്. 10.9 ആണ് ഇതിൻ്റെ ടേണിംഗ് സർക്കിൾ വരുന്നത്. ദാറ്റ്സ് ക്വൈറ്റ് എക്സൈറ്റിംഗ്. അതെങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. How was that? That's the most coolest feature of this car, crab walk. നമുക്ക് ഓഫ് റോഡ് മോഡ് സെലക്ട് ചെയ്ത് ഇവിടെ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ക്രാബ് വാക്ക് ഓൺ ആവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ പോവാം. ഇത് സാധാരണ ഇപ്പോൾ GLS മാബാക്കിൽ ബൗൺസിങ് മോഡ് ഇട്ട് ആൾക്കാർ എൻജോയ് ചെയ്യുന്ന പോലെ ആൾക്കാർ എൻജോയ് ചെയ്യും. പക്ഷേ ദിസ് ഇസ് ഫോർ എ പർപ്പസ്. ഇറ്റ് ഇസ് ഫോർ ഓഫ് റോഡിങ്. റിയലി എ ഗ്രേറ്റ് ഫീച്ചർ. നമ്മൾ റിയൽ ഓഫ് റോഡ് ഹാർഡ് കോർ എല്ലാം ചെയ്തവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ക്രാബ് വാക്കിൻ്റെ അഡ്വാൻറ്റേജസ്. എനിവേ ദിസ് എ വെരി കൂൾ ഫീച്ചർ. ഇത് നടക്കുന്നത് ഇതിൽ ഇലക്ട്രിക് ആയതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കലി it can be done easily. So another cool feature which I'm going to enjoy more. ഇപ്പോൾ ഈ ഹമ്മർ EVയിൽ ഉള്ള ചില കൂൾ ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ ഒരു കൂൾ ഫീച്ചർ എനിക്ക് ഭയങ്കര അട്രാക്റ്റീവ് തോന്നിയ ഒന്ന് ഇതിൻ്റെ അഡാസ് ഫീച്ചറാണ്. അഡാസ് ഫീച്ചറിൻ്റെ കൂടെ വന്നിരിക്കുന്ന ഒരു എലമെൻ്റ് ആണ്. സാധാരണ അഡാസ് വരുമ്പോൾ നമുക്ക് ബീപ്പും സൗണ്ടും ബഹളമെല്ലാം ഉണ്ടാവും. സ്റ്റിയറിംഗിൽ ജേർക്കെല്ലാം വരും. അതേപോലെ തന്നെയാണ് ഇതിൽ ഒരു സംഗതി കൂടെ അഡീഷൻ ഉണ്ട്. അപ്പം ബീപ്പും കാര്യത്തിൽ ഓഫാക്കി വെച്ച് കഴിഞ്ഞാലും ഒരു ഡിസ്റ്റർബൻസ് ഇല്ല എന്ന് നമ്മൾ അലേർട്ട് ചെയ്യുന്ന രീതിയിൽ സീറ്റിൻ്റെ അടിയിൽ വൈബ്രേഷൻസ് ഉണ്ട്. ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട്. ആ സീറ്റ് ഇപ്പോൾ നമ്മൾ ഈവൻ ഇപ്പോൾ ഞാൻ പാർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മളൊരാൾ ക്രോസ് ചെയ്യുന്ന സമയത്താണെങ്കിലും എങ്ങനെയാണ് നമ്മൾ പാർക്കിംഗ് സെൻസർ ബീപ്പ് ചെയ്യുക, ആ സമയത്തെല്ലാം ഈ ഒരു സീറ്റും ചെറുങ്ങനെ ജേർക്കും. ഇറ്റ്സ് വെരി ഗുഡ്. കാരണം പെട്ടെന്ന് ഞാൻ നേരത്തെ എടുക്കുന്ന എൻ്റെ ഒരു എയിമിൽ ക്ലോസ് ആയിരുന്നു തൊട്ടടുത്തുള്ള വണ്ടീൻ്റെ അടുത്ത്. പക്ഷേ വണ്ടി SS ചെയ്ത് 2 ക്ലോസ് ആയിട്ട്. അപ്പോൾ അത് വൈബ്രേറ്റ് ചെയ്തു. ഞാൻ ഒന്ന് പേടിച്ചെങ്കിലും അലേർട്ടായി. തട്ടിയിട്ടൊന്നുമില്ല, പക്ഷെ ഒന്ന് അലേർട്ടായി. അപ്പോൾ അത് നല്ലൊരു കൂൾ ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ഹമ്മർ EVയിൽ ഒരുപാട് ഡ്രൈവിംഗ് മോഡ്സ് വരുന്നുണ്ട്. ഡ്രൈവ് മോഡിൽ നമുക്ക് ഇവിടെ ഈ റോട്ടറി നോബിൽ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പം ഇവിടെ വരുന്ന ഗ്രാഫിക്സ് ഭയങ്കര അട്രാക്റ്റീവ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ട്രailer ഹുക്കിലാണ്. അപ്പോൾ അതിൽ അപ്പോളോ വലിച്ചു കൊണ്ടുവന്ന മാതിരിയുള്ള ഒരു ഗ്രാഫിക് വരുന്നത്. അപ്പോളോ എന്ന് പറഞ്ഞിട്ടുള്ള സ്പേസ് ഷട്ടിൽ കൊണ്ടുവന്ന പോലെയുള്ള, അതേപോലെ തന്നെ അത് ഓഫ് റോഡാണ്. ബട്ട് ഈ പറഞ്ഞ ഗ്രേവൽ പോലുള്ള സ്ഥലം, അതേപോലെ തന്നെ ഓൺ റോഡ് പെർഫോമൻസ്, അതിലൊരു ഈ പറഞ്ഞ പോലെ ഗ്രാഫിക്സും അതിൻ്റെ മേലെ ഒരു FPV വന്ന് ലൈറ്റ് അടിക്കുന്നത്. യെസ്, അടുത്തത് വന്നിരിക്കുന്നതാണ് നമ്മുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള. അത് ശരിക്കും ഒരു മാസിൽ വണ്ടി ഓടിച്ച പോകണ ഒരു ഓഫ് റോഡിൻ്റെ വരുന്നത്. ഇത് അതുപോലെ തന്നെ ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓഫ് റോഡ്, ലാവാൻ്റെ മേലെ കൂടെ പോകുന്ന പോലെയാണ്. അപ്പോൾ ഇങ്ങനെ കൂളായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. അതിൻ്റെ പുറമെ നമുക്ക് ഡ്രൈവിംഗ് മോഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഹൈറ്റ് നമുക്ക് പൊക്കാനും താത്താനും പറ്റും. അതേപോലെ തന്നെയാണ് നമുക്കിത് ഓഫ് റോഡ് മോഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് റോഡിൻ്റെ തന്നെ കുറേ ഫീച്ചേഴ്സ് കൊടുക്കുകയാണ്. ഇപ്പോൾ ഡ്രിഫ്റ്റിംഗ് ആങ്കിൾ, അതേപോലെ തന്നെ വണ്ടിയുടെ ആർട്ടിക്കുലേഷൻസും അപ്പം വരുമ്പോൾ ഓരോ ഓക്സിൽ ആങ്കിളിൽ വന്നിരിക്കുന്ന ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലെ ബോണറ്റിൻ്റെ താഴെ നിൽക്കുന്ന ക്യാമറ. അപ്പോൾ അതൊരു ഫീച്ചറാണ്. നമ്മൾ സാധാരണ മിറർ ക്യാമറ വരും. അത് ഈ പറഞ്ഞ പോലെ വണ്ടിയുടെ ടയർ പ്രഷർ നോക്കാം ഇവിടെ. അങ്ങനെ ഓരോ ഫീച്ചേഴ്സും നമുക്ക് ഓക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കണക്ട് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഈ പറഞ്ഞ ഓക്സ് എന്ന് പറഞ്ഞാൽ ഓക്സ് കേബിളല്ല, ആക്ച്വലി ട്രailerലേക്കുള്ള ഔട്ട്പുട്ട് എല്ലാം ഉപയോഗിക്കുമ്പോൾ ഉള്ളതിന്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഡ്രൈവ് ചെയ്യുമ്പം ക്യാമറ ഓഫ് റോഡ് മോഡിട്ട് ക്യാമറ ഓൺ ആയി കഴിഞ്ഞാൽ ശരിക്കും ബോണറ്റിൻ്റെ താഴെയുള്ള ഇമേജ് നമുക്ക് ഡ്രൈവിൽ തന്നെ കാണാൻ പറ്റും. പഴയ ഹമ്മർ എന്ന് പറയുമ്പോൾ പക്ക റഫ് വെഹിക്കിളായിരുന്നു, കൂടുതൽ ഇലക്ട്രോണിക്സും കാര്യമൊന്നുമില്ല. അതായിരുന്നു അതിൻ്റെ ഒരു ഫ്രണ്ടെങ്കിൽ ഇതൊരു ന്യൂ ജനറേഷൻ ഹമ്മർ അല്ലെങ്കിൽ ജെൻസി ഹമ്മർ എന്നല്ല വിളിക്കാവുന്ന രീതിയിലാണത്.
ഹമ്മർ റിവി അത് നമ്മൾ സാധാരണ ഒരു ഇങ്ങനത്തെ ഒരു വണ്ടി ഓഫ് റോഡിലും മറ്റെല്ലാവർക്കും നിങ്ങൾ എക്സ്പെക്ട് ഉണ്ടാവും. ഞാനും എക്സ്പെക്ട് ചെയ്ത അതാണ്. പക്ഷേ ഇന്നിപ്പോൾ അതിനുള്ള സാഹചര്യമല്ല. പക്ഷെ നമുക്കിന്നിപ്പോൾ ഒരു സിറ്റി എക്സ്പീരിയൻസ് ചെയ്യാം. അതിൻ്റെ മുന്നേ നിങ്ങൾ കണ്ടല്ലോ 2 കൂൾ ഫീച്ചേഴ്സ്. രണ്ടും മീൻ ചെയ്തിട്ടുള്ള ഓഫ് റോഡിങ്ങിനും അതുപോലെ തന്നെ പെട്ടെന്നുള്ള ടൈറ്റ് ടേണിങ്ങിനെല്ലാം ആണെങ്കിലും ഇത് രണ്ടും കൂൾ ഫീച്ചേഴ്സാണ്. രണ്ടും സ്റ്റിയറിങ്ങിൻ്റെ മേലുള്ളതാണ്. ഒന്ന് ഓപ്പോസിറ്റ് വേയിൽ സ്റ്റെയർ ചെയ്തതും ഒന്ന് സെയിം ആംഗിളിൽ സ്റ്റെയർ ചെയ്തിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ക്രാബ് വാക്ക് എന്ന് പറഞ്ഞാൽ ഇത് ഇറങ്ങിയ സമയത്തുള്ള വളരെ ഒരു കൂൾ ഫീച്ചറാണ്. ഇപ്പോൾ ഇലക്ട്രിക് ആകുമ്പോൾ കുറച്ച് അഡ്വാൻറ്റേജസ് ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പം ഹമ്മർ റിവിയിൽ ഉള്ള പോലെ ജിയിൽ നമുക്ക് ജി ടേൺ കണ്ടു. ജി ടേണിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ 360 ഇട്ടിട്ട് തിരിക്കാൻ പറ്റും. ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇലക്ട്രിക് ആയതുകൊണ്ടാണ്. കാരണം മോട്ടറാണ് പവർ കൊടുക്കുന്നത്. ഈ ഒരു കേസിൽ ഡുവൽ മോട്ടറാണ്. ജിവാഗിൻ്റെ കേസിൽ 4 ഇൻഡിവിജ്വൽ വീലിലും 4 മോട്ടർ ആയതാണ് അങ്ങനെ ഒരു ടേണിന് പറ്റുന്നത്. അപ്പോൾ അവർക്കും വേണമെങ്കിൽ ഈ ഒരു സെറ്റിങ്ങിൽ ചെയ്യാൻ പറ്റും. എന്തായാലും 2-3 പവർ ട്രെയിൻ ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ റേഞ്ചും നമുക്ക് നോക്കാം. ഇതെല്ലാം പവർ ട്രെയിൻ ഓപ്ഷൻസ് ഉള്ളത്. ഇപ്പോൾ ഈ നമ്മൾ ഓടിക്കുന്ന വണ്ടി ടോപ്പ് എൻ്റെ മോഡലാണ്. അത് 1000 HP ആണ്. 1000 HP അതേപോലെ തന്നെ ഏകദേശം 1800 Nm ടോർക്കുമാണ്. പക്ഷേ ഹാവിങ് സെഡ് ദാറ്റ് ഇറ്റ്സ് എ 4.3 ടൺ ബീസ്റ്റ്. അത്രയും വെയിറ്റ് ഉള്ള വണ്ടിയാണ്. ആ വെയിറ്റ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് ആ ഹെവിനെസ് ഓടിക്കുമ്പോൾ തോന്നും. ഞാൻ ഇവിടുന്ന് ഇപ്പം പുഷ് ചെയ്യുന്നൊന്നുമില്ല. ഇവിടെ നിന്ന് ഈ 50 കഴിഞ്ഞ് ഞാൻ വേണമെങ്കിൽ ആ പവർ ഒന്ന് കാണിച്ചു തരാം. ഓ മൈ ഗുഡ്നസ്. 60 ഏരിയയിൽ 75 വരെ എത്തി. ദിസ് ഇസ് ദ ഫീൽ വി ആർ ഗെറ്റിംഗ്. ഇതേ നമുക്കിപ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ ബിക്കോസ് ഓഫ് ദ ട്രാഫിക് ആൻഡ് സിറ്റുവേഷൻ. നമുക്ക് ഇന്നിപ്പം ഷോർട്ട് ടൈമിലേക്കാണ് വണ്ടി കിട്ടിയുള്ളത്. ബട്ട് ഡെഫിനറ്റ്ലി ഞാൻ ഹമ്മർ റിവിയുടെ വേറൊരു എപ്പിസോഡ് കൊണ്ടുവരും പിന്നീട്. അത് ബേസിക്കലി ഐ വോണ്ട് ടു ഡു ഇറ്റ് ഓൺ ഓഫ് റോഡ്. അപ്പോൾ അതുകൊണ്ട് അതെന്തായാലും ഞാൻ കൊണ്ടുവരും. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഫീച്ചറിൽ ഇപ്പോൾ നമ്മളിപ്പം റിയർ വീൽ സ്റ്റിയറിങ് ഓട്ടോയിലാണ് ഞട്ടിരിക്കുന്നത്. അതാകുമ്പോൾ ടേണിങ് റേഡിയസിൻ്റെ ഗുണം കിട്ടും. അപ്പോൾ നേരത്തെ നമ്മൾ അതിൻ്റെ ഫീച്ചർ ഉണ്ട്. അതിപ്പോൾ നമ്മൾ ഈ യൂ ടേൺ എടുക്കുമ്പം എങ്ങനെയുണ്ട് നോക്കുക. കാരണം ഇത് 5.5 മീറ്റർ ലോങ് ആയിട്ടുള്ള വണ്ടിയാണ്. അതിൻ്റെ ഇടയ്ക്ക് വീൽ ബേസും 3.5 മീറ്റർ വരുന്നുണ്ട്. വലിയ ഓവർ ഹാങ് ഉണ്ട്. ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആസ്പെക്റ്റ് നമുക്കിപ്പം സിറ്റി യൂസിൽ നോക്കാം. ഇന്നിപ്പോൾ ട്രാഫിക്കിൽ നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് ഇപ്പം ഞാൻ അനുഭവിക്കുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ ഒരു മെട്രോൻ്റെ താഴെ നിൽക്കുന്നതിൻ്റെ സന്തോഷം. കാരണം ഈ ഗ്ലാസ് പനോറമിക് ആയിട്ടുള്ള ഗ്ലാസ് വന്നത്, അതും ആക്ച്വലി ഗ്ലാസ് അല്ല, ഇറ്റ്സ് എ ഫൈബർ ഗ്ലാസ്. അതുകൊണ്ട് വെയിലത്ത് വരുമ്പോൾ നല്ല ചൂടടിക്കുന്നുണ്ട്. വിച്ച് ഇസ് എഫക്റ്റിംഗ് ദ AC ഫങ്ഷൻ. അത് റേഞ്ചിന് എഫക്റ്റ് ചെയ്യും ബേസിക്കലി. നമ്മൾ AC ഇപ്പോൾ ഹയർ ആയിട്ട് ഇപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ സീറ്റ് കൂളിങ്ങും AC കുറച്ച് വെച്ചിരിക്കുകയാണ് സൗണ്ട് ഡിസ്റ്റർബൻസ് ഇല്ലായിരിക്കാൻ. അപ്പോൾ ഞാൻ ഇപ്പോൾ സീറ്റ് കൂളിംഗ് ഓണാക്കിയാൽ തന്നെ നിങ്ങൾക്ക് കുറച്ച് തന്നെ കേൾക്കാൻ ഒരു സൗണ്ട് വരുന്നത് ACൻ്റെ ഫാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് എല്ലാം തന്നെ സൗണ്ട് കൂട്ടും. എനിവേ അപ്പോൾ കൂട്ടി തുടങ്ങി. നമുക്ക് ഈ ടേൺ എടുക്കുമ്പോഴുള്ളത് നോക്കാം. ഓ മാൻ, ഈ ലാസ്റ്റ് ട്രാക്ക് ടു ലാസ്റ്റ് ട്രാക്കിലൊക്കെ ഞാൻ കയറിയിട്ടുള്ളത്. ദാറ്റ്സ് അഡ്വാൻറ്റേജ് വിച്ച് ആർ ഗെറ്റിംഗ് ബിക്കോസ് ഓഫ് ദിസ് 4-wheel സ്റ്റിയറിംഗ്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആസ്പെക്ട്. ഇത് ഓഫ് റോഡ് ചെയ്യുമ്പോഴും ഭയങ്കര ഗുണം ചെയ്യും. അതേപോലെ തന്നെ ഇപ്പോൾ ഓൺ റോഡ് ഈ സിറ്റി പോലുള്ള ഡ്രൈവർ നമുക്ക് ഗുണം ചെയ്യും. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത്. ആൻഡ് യുനോ ഓഫ് റോഡിലുള്ള ഒരു ഫീച്ചർ കൂടെയാണ് ക്രാബ് വാക്ക്. അത് ശരിക്കും നമ്മൾ ഓഫ് റോഡ് ചെയ്ത് പോകുമ്പോൾ ശരിക്കും അറിയാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ്. എനിവേ നമുക്കിപ്പോൾ ഓൺ റോഡ് എക്സ്പീരിയൻസ് തന്നെ പറയാം. ഞാൻ പറഞ്ഞ ഈ ഒരു സൺറൂഫിൻ്റെ ഒരു ഡ്രോബാക്ക് ഉണ്ട് വിച്ച് ഇസ് എഫക്റ്റിംഗ് ദ റേഞ്ച്. എനിവേ നമുക്ക് ഇപ്പോൾ റേഞ്ച് ഇന്നിപ്പോൾ ടെസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യമായിരുന്നു. ഞാൻ എടുക്കുമ്പോൾ 27% ആയിരുന്നു. അപ്പം 189 കിലോമീറ്റർ ആയിരുന്നു ചാർജ് കാണിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഷൂട്ടും കാര്യമെല്ലാം ചെയ്തപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട്. എനിവേ നമുക്ക് പ്രാക്ടിക്കലി ഞാൻ മനസ്സിലായ കാര്യം റേഞ്ച് ഡ്രോപ്പ് കൂടുതലാണെന്ന് തോന്നുന്നുണ്ട്. മേ ബി AC ഫങ്ഷനിങ്ങും എല്ലാം ഉള്ളതുകൊണ്ടായിരിക്കും. ഇപ്പോൾ ഹൈവേയിലെല്ലാം പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എനിക്ക് ഒന്ന് നമുക്ക് കോസ്റ്റ് ചെയ്ത് പോകാൻ പറ്റിക്കാനാലും റീക്യുപ്പറേഷൻ ഉപയോഗിക്കാൻ പറ്റിയതെല്ലാം റേഞ്ച് കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യാൻ പറ്റുമായിരിക്കും. അതും ഞാൻ കൂടുതലൊന്നും നോക്കുന്നില്ല. എഗെയിൻ ഒരു സാധനം കൂടി ഞാൻ നോക്കാം. ഇവിടെ നമുക്ക് പെർഫോമൻസ്. ഓ മൈ ഗുഡ്നസ്, ഫ്രണ്ട് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. ആൻഡ് റിയലി വൺ തിങ് ഐ റൈറ്റ് ഇസ് ദ സൗണ്ട് വിച്ച് ഇസ് ക്രിയേറ്റിംഗ്. റോഡ് നോയ്സ് ഉള്ളത് കൊണ്ടായിരിക്കാം, പക്ഷെ ഒരു എന്നുള്ളൊരു സൗണ്ട് ഉണ്ട്. ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് വൈൻഡിങ് സൗണ്ട്. ആ വൈൻഡിങ് സൗണ്ട് ആകുമ്പോഴാണ് കുറച്ച് നമുക്കൊരു ഇലക്ട്രിക് ഫീൽ. പക്ഷെ അതല്ലാതെ ഒരു എന്തോ ഒരു മോട്ടർ അല്ലെങ്കിൽ എന്തോ ഒരു എഞ്ചിൻ വർക്ക് ചെയ്യുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ട്. ദാറ്റ് ഇസ് ക്വൈറ്റ് കൂൾ. പിന്നെ കംഫർട്ടാണ്. കംഫർട്ട് ഈ ഹെവിനെസ്സും അതുപോലെ തന്നെ ഇതിൻ്റെ സസ്പെൻഷൻ്റെ ട്യൂണിങ് എല്ലാം ശരിക്കും ആ കംഫർട്ടിന് ശരിക്കും ഗുണം ചെയ്യുന്ന ഈ ഒരു ആചാനഭാവ് പോകുന്നൊരു ഫീൽ ഉണ്ട്. അഗെയിൻ വൺ മോർ ടൈം ഐ തിങ്ക് ഐ ക്യാൻ പുഷ് ഇറ്റ്.
Oh God. So this is the fun which I'm enjoying at this moment. ഇത് നമ്മൾ നേരത്തെ ഈ പറഞ്ഞ പോലെ ട്രാക്കിൽ നമ്മൾ പാർക്കിംഗ് ലോട്ടിലെല്ലാം നമുക്ക് പുഷ് ചെയ്യാൻ പറ്റിയിരുന്നു. എനിവേ ഇത് ഞാനൊരു ജസ്റ്റ് ഒരു ഫസ്റ്റ് ഹാവ് എക്സ്പീരിയൻസ് കൊണ്ടുവരും. ദിസ് ഇസ് ലൈക്ക് മൈ ഫ്രണ്ട്സ് കാർ. അപ്പം ഷെരീഫ് എന്ന് പറഞ്ഞ ആളെ വണ്ടിയാണ്. എനിക്ക് ഷെഫീഖ് ഉണ്ട്, നമ്മളെ ഷെഫീറിൻ്റെ ബ്രദർ. സോ ഷെഫീഖ് ഹാസ് ഗോട്ട് മീ ദിസ് കാർ. സോ കുറച്ച് സമയത്തേക്ക് കിട്ടിയപ്പോഴൊക്കെ ഞാനൊന്ന് നിങ്ങൾക്ക് ഈ റിവ്യൂ കൊണ്ടുവരുന്നു. And you know, Hummer is always fun. Like it's a massive vehicle. Our commanding feel, our rolling the road feel. ഇതെല്ലാം ഹമ്മറിൻ്റെ ഒരു എലമെൻ്റ് ആയിട്ട് നിന്നിരുന്നത്. ആ എലമെൻറ്റ്സ് ഇപ്പോഴും റീറ്റെയിൻഡ് ആണെന്നുള്ളതാണ് ഒരു പോസിറ്റീവ് തിങ്. ആൻഡ് സൈസ് റിയലി മാറ്റേഴ്സ് എന്ന് പറയും. ദാറ്റ് റിയലി മാറ്റേഴ്സ്. കാരണം എല്ലാ രീതിയിലും സൈസിൻ്റെ ഗുണവും ദോഷവും അറിയുന്നത്. സൈസിൻ്റെ ഗുണം അറിയുന്നത് ബേസിക്കലി നമ്മൾ ആ ഒരു പ്ലാന്റഡ് ഉള്ള റൈഡിലാണ്. ഇപ്പം ഇങ്ങനെയെല്ലാം എടുക്കുമ്പോഴും ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെയല്ല, ബോഡി റോൾസ് എല്ലാം കുറവാണ്. പക്ഷേ നമുക്ക് വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. സൈസ് ബുദ്ധിമുട്ട് അറിയുന്ന പാർക്കിംഗ് അങ്ങനത്തായിട്ടുള്ള സ്ഥലത്താണ്. പക്ഷേ അതിൽ ചില സംഗതി കൺവീനിയൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. However, this is a cool experience. Very short, I know, very short review. But I promise you, I'll bring you an exclusive off-road mixed episode of this Hummer review very soon. So stay tuned for that. Right now, we'll be saying goodbye with this final U-turn. Again, U-turn ഗുണം ഞാൻ കാണിച്ചത്. And this can be switched off also. നമുക്കിപ്പോൾ ഇത് ഓട്ടോ മോഡിൽ ഇടുമ്പോഴാണ് what a cool thing, man. Yes. ഇത് വേണം ഓഫാക്കി വെക്കുകയും ചെയ്യാം. How you felt the new Hummer EV എന്ന കമൻറ്റിൽ വരെ. വീഡിയോ ലൈക്ക് ചെയ്യും. ഇതുപോലത്തെ വണ്ടി പ്രാന്തന്മാർക്ക് കാണാൻ വേണ്ടി ഷെയർ ചെയ്യും ചെയ്യുക. അടുത്തോടെ മറ്റൊരു എപ്പിസോഡിൽ കാണാം. സ്റ്റേ സേഫ്, എൻജോയ് യോർ ലിവിംഗ്.